ഇതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. കാലാകാലങ്ങളായി ഇവിടെ ജീവിക്കുന്ന മുസ്ലിം, ഹിന്ദു, ക്രൈസ്തവ സമൂഹം അവർക്കിടയിൽ ഒരു ഇഴയടുപ്പമുണ്ട്, ഒരു ബന്ധമുണ്ട്. ഏതാണ് ബന്ധം? ആ ബന്ധം ഒന്നെങ്കിൽ വിശ്വാസത്തിന്റെ പേരിലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ സാമൂഹികമായ ബന്ധമാണ്. സാമൂഹികമായ ബന്ധം വലിയ പെരുന്നാൾ വരുമ്പോ, ചെറിയ പെരുന്നാൾ വരുമ്പോ മുസ്ലിമീങ്ങൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം അയൽവാസിയായ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വീട്ടിലേക്ക് കൊടുത്തുവിടുന്നു. അല്ലെ? ഏറ്റവും നല്ലത് തിക്കിടി ആയിരിക്കും ചില സ്ഥലങ്ങളിൽ, ഇല്ലെങ്കിൽ പത്തിരി ആയിരിക്കും. ഓണം വരുമ്പോ പ്രിയപ്പെട്ട ഹിന്ദു അമ്മമാർ ഏറ്റവും മധുരമുള്ള പായസം മുസ്ലിമിന്റെ വീട്ടിലേക്ക് കൊടുത്തുവിടുന്നു. ഞാനൊരു ഇന്റർനാഷണൽ സ്കൂളിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ആ പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ഹിന്ദുവായ ടീച്ചർ, ആ ടീച്ചർ പറഞ്ഞു, ഇമാം, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം. ഞാൻ ചോദിച്ചു, എന്താണ് സമ്മാനം? ആ സമ്മാനം അവരെടുത്തു നിന്നൊരു കൗണ്ടറാണ്. നമ്മൾ തസ്ബീഹ് ചെല്ലുമ്പോൾ ഉപയോഗിക്കുന്ന കൗണ്ടർ, പൊട്ടിക്കാത്തൊരു പാക്കറ്റ്. ഞാൻ ചോദിച്ചു, ഇതെന്തിനാണ് എനിക്ക്? അപ്പൊ ആ ഹിന്ദുവായ ടീച്ചർ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇത് ഉപയോഗിക്കും. ആരാണ്? നമ്മൾ തസ്ബീഹ് ചെല്ലുമെന്ന് പറയുന്നത് ഹിന്ദുവായ ഒരു ടീച്ചറാണ്. ഈ ഒരു ഇഴയെടുപ്പമുണ്ടല്ലോ. ക്രിസ്മസ് വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കേക്ക് കൊടുത്തു വിടുന്ന ക്രൈസ്തവ സഹോദരന്റെ മനോഭാവം, ഒരു ക്രിസ്മസ് സന്ദേശ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സ്കൂളിന്റെ പ്രിൻസിപ്പാളായ ക്രിസ്ത്യാനിയായ ഒരു ടീച്ചർ ഓടി വരികയാണ്. എന്നോട് പറഞ്ഞു, ഉസ്താദ് പോവല്ലേ? ഞാൻ ചോദിച്ചു, പൈസയാണെങ്കിൽ വണ്ടിക്കൂലി വേണ്ട, പരിപാടി പങ്കെടുത്ത് കാറിലാണ് പോയത്, വണ്ടിക്കൂലി വേണ്ട. അപ്പൊ അവര് പറഞ്ഞു, വണ്ടിക്കൂലി തന്നാലും നിങ്ങൾ മേടിക്കുകയില്ലെന്നറിയാം, അതുകൊണ്ടൊരു സമ്മാനം തരാം. ഞാൻ ചോദിച്ചു, എന്താണ്? ക്രിസ്മസ് കേക്ക്. ക്രിസ്മസ് കേക്ക് സ്നേഹത്തോടുകൂടി നൽകപ്പെടുന്ന ഈ ഒരു ബന്ധമുണ്ടല്ലോ. വിശിഷ്ടമായ ആചാരങ്ങളും ആഘോഷങ്ങളും വരുമ്പോൾ ഹിന്ദു മുസ്ലിമിനെയും ക്രിസ്ത്യൻ മുസ്ലിമിനെയും പരസ്പരം ഓർക്കുന്ന ഈ ഇഴയെടുപ്പം, ആ ഇഴയെടുപ്പത്തെ വാവരിന്റെ പേര് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സ്വാമിയുടെ പേര് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇല്ലാത്ത ആരോപണങ്ങൾ പടച്ചുണ്ടാക്കി ഈ കാണുന്ന സാഹോദര്യം നശിപ്പിച്ചിട്ട് അതിൽ നിന്ന് ലാഭം കൊയ്തെടുക്കാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ട്, ഇവിടെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പൗരന്മാർ എന്നുള്ള നിലയിൽ ഈ സമുദായത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ആരൊക്കെ നമുക്കിടയിലുള്ള ബന്ധങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും വീണ്ടും 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 ശക്തിയോടുകൂടി മറ്റുള്ളവരോട് കാരുണ്യത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ഇടപെടേണ്ട സമയങ്ങളാണ് ഇനി.